ഓക്കെ ഗൈസ്, എങ്ങനെയുണ്ട്? സുഖമല്ലേ എല്ലാവർക്കും? നമുക്ക് എന്ത് ചെയ്യാം, നേരെ പരീക്ഷയിലേക്ക് കിടക്കാം. നമ്മൾ മോഡൽ എക്സാം ആണ്, മലയാളത്തിൻ്റെ ഒരു മോഡൽ എക്സാം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഓണപരീക്ഷയുടെ മോഡൽ എക്സാം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രവർത്തനം 1, വായിക്കാൻ എഴുതാം അല്ലേ. താഴെയുള്ള ഖണ്ഡിക വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പോൾ നമ്മൾ ഈ ഒരു വിശദീകരണത്തിൽ നമ്മൾ ചെറിയ ട്രിക്കുകളും മറ്റൊക്കെ പറയും. എല്ലാവരും എന്ത് ചെയ്യാം, മുഴുവനായിട്ട് കേൾക്കുക, നല്ല ഗ്രേഡൊക്കെ വാങ്ങി ഉഷാറാവാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഖണ്ഡിക ഒന്ന് വായിച്ചു നോക്കാം. ആകാശത്തിൻ്റെ നീലപ്പട്ടിൽ വെള്ളമേഘങ്ങൾ പഞ്ഞി പോലെ പാറി നടക്കുകയായിരുന്നു. താഴെ കുന്നിൻ ചെരുവിൽ വർണ്ണപ്പട്ടങ്ങൾ വാനിലേക്ക് ഉയരാൻ ചിറകടിച്ചു. കുഞ്ഞുണ്ണി തൻ്റെ കയ്യിലുള്ള ചുവപ്പ് പട്ടത്തിൻ്റെ നൂലുയർത്തിപ്പിടിച്ച് ഓടി. തണുത്ത കാറ്റടിച്ചപ്പോൾ പട്ടം വാനിലേക്ക് പാറിപ്പറന്നു. നക്ഷത്രങ്ങളെയും അമ്പിളിമാമനെയും തൊട്ടുരുമ്മി പറന്നു നടക്കുന്നത് കുഞ്ഞുണ്ണി സങ്കല്പിച്ചു. പെട്ടെന്നാണ് കാറ്റിൻ്റെ പോക്ക് മാറിയത്. കാറ്റടിച്ച് നൂലറ്റുപോയ പട്ടം ദൂരെ ഒരു മരച്ചില്ലയിൽ കുടുങ്ങിക്കിടക്കുന്നു. പട്ടത്തിൻ്റെ സങ്കടം കണ്ട് കുഞ്ഞുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അടുത്തു വന്ന മാടപ്രാവ് ആ നൂലിൽ കൊത്തി പതുക്കെ വലിച്ചെടുത്ത് പട്ടത്തിനെ തിരികെ താഴെ എത്തിച്ചു. പട്ടം തിരിച്ചു കിട്ടിയപ്പോൾ കുഞ്ഞുണ്ണിയുടെ മനസ്സിൽ സന്തോഷം തിരതല്ലി അല്ലേ. നമുക്ക് നല്ലൊരു പരിചയമുള്ള അല്ലേ, നമ്മളെ പട്ടൂസിൻ്റെ കഥയുമായൊക്കെ ഒരു ബന്ധമുള്ള ഒരു കഥയാണല്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ചോദ്യത്തിലെ ഉത്തരങ്ങളൊന്ന് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 തവണയൊക്കെ വായിച്ച് മാഷ് ഉത്തരം പറയുന്നതിന് മുമ്പ് വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്ത് സ്വയം എന്ത് ചെയ്യുക, ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ ഗ്രൂപ്പിൽ അതിൻ്റെ PDF ഉണ്ട്. സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചതിന് ശേഷം മാത്രം നമ്മളെ വീഡിയോ എന്ത് ചെയ്യുക, കാണുക, ഏതേതിലുള്ള മാറ്റങ്ങളൊക്കെ ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുക. നമ്മളിങ്ങനെ മാഷി പറയുന്നത് ഇങ്ങനെ കേട്ട് അതന്നെ പറഞ്ഞു തന്നിട്ട് എന്തുണ്ടാവില്ല, നമുക്ക് കൂടുതൽ പഠിയില്ല. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സ്വയം എഴുതി നോക്കുക, പിന്നെ മാഷി പറയുന്ന യൂട്യൂബ് ക്ലാസ് കാണുക, അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കുക. എന്താണ്? കുഞ്ഞുണ്ണിയുടെ കയ്യിലുണ്ടായിരുന്ന പട്ടത്തിൻ്റെ നിറം എന്തായിരുന്നു? ഏതായിരുന്നു? വെരി സിമ്പിൾ. ഏതാണ്? ചുവപ്പായിരുന്നു അല്ലേ. രണ്ടാമത്തെ, പട്ടത്തിൻ്റെ ദുഃഖത്തിന് കാരണം എന്താണ്? പട്ടത്തിൻ്റെ ദുഃഖത്തിന് കാരണം എന്താണ്? നൂലറ്റ് മരച്ചില്ലയിൽ കുടുങ്ങിയത് കൊണ്ടാണ് എന്ത് ചെയ്ത് പട്ടത്തിന് ദുഃഖം വന്നത് അല്ലേ. സി, സന്തോഷം തിരതല്ലി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓപ്ഷൻ എ എന്താണ്? വലിയ സന്തോഷം തോന്നിയെന്നാണോ അല്ലെ, പേടി തോന്നിയെന്നാണോ, സങ്കടം വന്നു എന്നാണോ, അതോ ദേഷ്യം വന്നു എന്നാണ്? ഏറ്റവും എളുപ്പം ഈ ഓപ്ഷൻ എ ഏതാണ്? വലിയ സന്തോഷം തോന്നി എന്നുള്ളത് തന്നെയാണ് അല്ലെ. പട്ടത്തിനെ മരച്ചില്ലയിൽ നിന്ന് രക്ഷിച്ചത് ആരാണ്? മരച്ചില്ലയിൽ നിന്ന് രക്ഷിച്ചത്? മാടപ്രാവാണ് അല്ലെ. ആരാണ്? മാടപ്രാവാണ്. വിഷമം അല്ലെങ്കിൽ ദുഃഖം എന്ന അർത്ഥം വരുന്ന ഏതു പദമാണ് ഗണ്ണികയിലുള്ളത് അല്ലെ. വിഷമം അല്ലെങ്കിൽ ദുഃഖം എന്നൊക്കെ പറയുന്ന അല്ലെ, ഏത് പദമാണ് ഗണ്ണികയിലുള്ളത്? ചിറക്, കുന്നിൻ ചെരുവ്, സങ്കടം, മാടപ്രാവ്. വളരെ എളുപ്പമാണ് അല്ലെ, സങ്കടം തന്നെയാണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. എന്താണ്? വരികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. താഴെ ഒരു എന്ത് ചെയ്ത് ഒരു കവിതാ ഭാഗത്തിൽ ഒരു ചെറിയൊരു കവിത തന്നിട്ടുണ്ട്. ഈ ഒരു കവിത എന്ന് പറയുന്നത് നമ്മളെ ഷെഫീഖ് മാഷ് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഷെഫീഖ് മാഷിന് ഇതിൻ്റെ എല്ലാ കടപ്പാടും എന്ത് ചെയ്യാണ്, ജസ്റ്റ് അതിനെ അറിയിക്കുകയാണ്. എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഒരു ബാക്കി വരികൾ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ വരികളൊന്ന് നോക്കാം. ഒന്നാം മലമേലെ 1000 അടിമേലെ വട്ടമിട്ടു പറക്കുന്ന തത്തപ്പെണ്ണെ. രണ്ടാം മലമേലെ 2000 അടിമേലെ വട്ടമിട്ടു പറക്കുന്ന തത്തപ്പെണ്ണ അല്ലേ. അപ്പോൾ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും സ്വയം ചെയ്തു. ഓക്കെ, ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഇതിൽ ചില പ്രാസങ്ങളും ചില സംഗതികളൊക്കെ ഉണ്ട് അല്ലേ, അതിൻ്റെ ഈണമൊക്കെ ഉണ്ട്. അതെന്ത് ചെയ്യുക, നമ്മൾ കീപ്പ് ചെയ്തിട്ട്, അപ്പോൾ ഒന്നാം മലയാണെങ്കിൽ അടുത്ത് രണ്ടാം മല, അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, മൂന്നാം മല വെച്ച് തുടങ്ങും അല്ലേ. എളുപ്പമാണ്. നോക്കാം, മാഷി എഴുതി നോക്കാം. 4 വരെ എഴുതേണ്ടുള്ളൂ. അത്ര എളുപ്പമായതുകൊണ്ട് മാഷി 8 വരെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യാം, അത്ര എളുപ്പമൊക്കെ ആണെങ്കിൽ കൂടുതൽ വരിയൊക്കെ എഴുതി നോക്കാം. എന്ന് വെച്ച് വെറുതെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, എഴുതും വേണം. അത് ശ്രദ്ധിക്കാം കേട്ടോ. മൂന്നാം മലമേലെ 3000 അടിമേലെ, അല്ലെങ്കിൽ 3000 എങ്ങനെയും പറയാം അല്ലേ. 3000 അടിമേലെ വട്ടമിട്ടു പറക്കുന്ന തത്തപ്പെണ്ണെ. 4000 മലമേലെ 4000 അടിമേലെ വട്ടമിട്ടു പറക്കുന്ന തത്തപ്പെണ്ണ അല്ലേ. ഇനി ഇതിൽ മാറ്റിയിട്ട് എഴുതാം അല്ലേ. ഇപ്പോൾ അല്ലേ, വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, മൂന്നാം മലയല്ലേ. അപ്പോൾ വട്ടമിട്ടു പറക്കുന്ന തത്തപ്പെണ്ണെ അല്ലേ. അപ്പോൾ 3 വട്ടമിട്ട് പറയാം അല്ലേ. ഇനി 4ആം മലയാണെങ്കിലോ, 4ആം മല മേലെ എന്നുള്ളിടത്ത് വട്ടമിട്ടു പറക്കുന്ന തത്തപ്പെണ്ണെ അല്ലേ. അങ്ങനെയും എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. അത് മറ്റൊരു മോഡലാണ്. ചിലപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഏതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അടുത്ത് നോക്കാം. പ്രവർത്തനം 3 എന്താണ്? ചിഹ്നനം ചേർക്കാം അല്ലേ. വളരെ പ്രധാനപ്പെട്ടാണ്, നമ്മൾ പഠിച്ച ഒരുപാട് ചിഹ്നനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അതൊക്കെ എന്ത് ചെയ്യാം, ചേർക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ പഠിച്ച ചിഹ്നനങ്ങൾ ഏതൊക്കെയായിരുന്നു?
എല്ലാവർക്കും അറിയില്ലേ അല്ലേ? പൂർണ്ണവിരാമം, അല്പവിരാമം, ആശ്ചര്യചിഹ്നമൊക്കെ നമുക്കറിയാം അല്ലേ? അതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ചെയ്തു നോക്കുക എന്നുള്ളതാണ്. എന്ത് രാവിലെ അല്ലേ, ഫസ്റ്റത്തെ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ച് സ്വയം ചെയ്തു നോക്കുക, മാഷ് ചെയ്ത് നോക്കാം. രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു അപ്പു. ജനാലയ്ക്കലേക്ക് ഒരു കുഞ്ഞിക്കിളി പറന്നു വന്നിരുന്നു. അപ്പു അത്ഭുതത്തോടെ നോക്കി. എത്ര മനോഹരമായ പൂവാലൻ കിളി! അപ്പു വിളിച്ചു, ടീച്ചറെ ഇങ്ങോട്ട് നോക്കൂ. കുഞ്ഞിക്കിളിയുടെ പാട്ട് കേൾക്കാൻ എല്ലാവരും ഓടിയെത്തി അല്ലേ? അപ്പോൾ എന്താണ്, അതിലാവശ്യമായിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അല്ലേ? ഫുൾ സ്റ്റോപ്പ് ചേർക്കേണ്ട ഫുൾ സ്റ്റോപ്പ് ഉണ്ട് അല്ലേ? അപ്പു അല്ലേ, രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു അപ്പു, ഫുൾ സ്റ്റോപ്പ് അല്ലേ? പെട്ടെന്ന് ജനാലയ്ക്കരികിലേക്ക് ഒരു കുഞ്ഞിക്കിളി പറന്നു വന്നിരുന്നു, വീണ്ടും ഫുൾ സ്റ്റോപ്പ് അല്ലേ? ഫുൾ സ്റ്റോപ്പ് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പൂർണ്ണവിരാമം. ഓക്കെ, അപ്പു അത്ഭുതത്തോടെ നോക്കി, പൂർണ്ണവിരാമം അല്ലേ? എത്ര മനോഹരമായ പൂവാലൻ കിളി അല്ലേ? അവിടെ എത്ര മനോഹരം അല്ലേ? അവിടെ ഒരു എക്സ്പ്രഷൻ ഇടുകയാണ് അല്ലേ? അപ്പം എന്താണ്, അവിടെ നമ്മൾ എന്ത് ചെയ്തു, ആശ്ചര്യചിഹ്നം ചേർത്തു അല്ലേ? അപ്പു വിളിച്ചു, ടീച്ചറെ ഇങ്ങോട്ട് നോക്കൂ അല്ലേ? അപ്പു എന്ത് ചെയ്യാൻ, ടീച്ചറെ വിളിക്കണം അല്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ടീച്ചറെ കഴിഞ്ഞിട്ട് എന്താ ഒരു കോമയും ഇങ്ങോട്ട് നോക്കൂ എന്നുള്ളിടത്ത് ആശ്ചര്യചിഹ്നം. അതുപോലെ തന്നെ എന്താണ്, ഒരു ഡബിൾ ഇൻവെർട്ടർ കോമയിൽ ഇട്ടിട്ടുണ്ട് അല്ലേ? അതെന്താണ്, നമ്മൾ സംസാരം ഒരാളോട് പറയുന്നത് സ്ഥലത്ത് എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ ഇടും. അതും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കുഞ്ഞിക്കിളിയുടെ പാട്ട് കേൾക്കാൻ എല്ലാവരും എന്ത് ചെയ്തു, ഓടിയെത്തി. അവസാനത്തിൽ അവിടെയും എന്താണ്, ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മൾ ഇട്ടു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 4. മാഷ് വേഗം തീർക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് പോസ്റ്റൊക്കെ ചെയ്ത് സ്വയം എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക കേട്ടോ. സംഭാഷണം എഴുതാം. മൈക്കിള് ചേട്ടൻ്റെ കടയിൽ നിന്ന് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സൈക്കിളുമായി ചന്ദ്രനിലേക്ക് യാത്ര പോയ കുട്ടിയെ ഓർമ്മയുണ്ടല്ലോ. യാത്രക്കിടയിൽ മേഘത്തിലിരുന്ന ചന്ദ്രനെ കുട്ടി കണ്ടുമുട്ടി. അവർ തമ്മിൽ എന്തൊക്കെയാവും സംസാരിച്ചിട്ടുണ്ടാവുക. സംഭാഷണം തയ്യാറാക്കുക അല്ലേ? അപ്പോൾ എന്താണ്, സംഭാഷണമാണല്ലേ, വളരെ എളുപ്പമാണ്. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ തയ്യാറാക്കിയ സംഭാഷണം കൂടിയാണ്. നോക്കാം. കുട്ടി പറയണത്, ഹലോ കൂട്ടുകാരാ, നീ എന്തിനാ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു, എന്ത്, എൻ്റെ കാലൊന്ന് ഉളുക്കി കൂട്ടുകാരാ, എനിക്ക് നടക്കാൻ വയ്യ അല്ലേ? അപ്പോൾ കുട്ടി പറഞ്ഞു, എന്ത്, അയ്യോ നിനക്ക് എങ്ങനെയാ പരിക്ക് പറ്റിയത് അല്ലേ? പരിക്ക് പറ്റി. ചന്ദ്രൻ, ഞാൻ ഇവിടെ കളിച്ച് നടക്കുമ്പോൾ പിടിവിട്ട് താഴെ വീണതാ. കുട്ടി, സാരമില്ല, നീ എൻ്റെ സൈക്കിളിൻ്റെ പിന്നിൽ കയറിയിരുന്നോ? ചന്ദ്രൻ പറയാനപ്പോൾ എന്ത്, അയ്യോ സന്തോഷം അല്ലേ, അല്ലെങ്കിൽ സന്തോഷം. നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നേ? കുട്ടി, നമ്മൾ നേരെ ഭൂമിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് നിനക്ക് സൈക്കിൾ ചവിട്ടാം അല്ലേ? അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു, ഹായ്, എന്നാൽ വേഗം പോകും അല്ലേ? ഇത് മാഷി എന്താണ്, ഇത് നമ്മളെ ആ ഒരു കവിതയുമായി ബന്ധപ്പെട്ട അതേ ഒരു സംഭാഷണം തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഏത് വിധത്തിലുള്ള സംഭാഷണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കണം അല്ലേ? അപ്പോൾ ഈ ചന്ദ്രൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ചന്ദ്രൻ നാട്ടിൽ വന്നിട്ട് നാട്ടിലത്തെ വേറെ ഒരു കൂട്ടുകാരനായിട്ട് സംസാരിക്കുന്നതാവാം അല്ലേ? ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചന്ദ്രൻ അങ്ങനെ നാട്ടിലൊക്കെ വന്ന് നമ്മളെ ഭൂമിയിൽ വന്ന് കുറേ കളിച്ച് സൈക്കിളൊക്കെ ചവിട്ടി ആ വിശേഷങ്ങൾ ചന്ദ്രൻ്റെ കൂട്ടുകാരനോട് അല്ലെങ്കിൽ സൂര്യനോട് അല്ലെങ്കിൽ നക്ഷത്രങ്ങളോട് പറയുന്ന രീതിയിലാവാം അല്ലേ? എങ്ങനെ എന്ത് ചെയ്യാൻ വരാം, എങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അതിന് പ്രിപ്പയർഡ് ആയിരിക്കുക അല്ലേ? അഥവാ എങ്ങനെയാണ് എഴുതുക, സാധാരണ രണ്ടുപേര് സംസാരിക്കുന്ന അല്ലേ രൂപത്തിൽ തന്നെ എഴുതാം അല്ലേ? എന്താ, വർത്തമാനം പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. അതിലെന്ത് ചെയ്യുക, അവിടെ ഉണ്ടായ വിശേഷങ്ങളും മറ്റുമൊക്കെ പങ്കുവെക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഗദ്യരൂപത്തിലാക്കാം അല്ലേ? 4B ഗദ്യരൂപത്തിലാക്കാം. എന്താണ് ഗദ്യരൂപത്തിലാക്കുക എന്ന് പറഞ്ഞാൽ, ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, എന്താണ്, താഴെ നൽകിയ കവിതാ വരികൾ വായിച്ച് ആശയച്ചോർച്ചയില്ലാതെ ലളിതമായ പൂർണ്ണവാക്യങ്ങളാക്കി മാറ്റുക അല്ലേ? അപ്പോൾ താഴെ ഒരു കവിതയിൽ നിന്നുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ ആശയച്ചോർച്ച അഥവാ ആ കവിതയിലെ അതേ ആശയങ്ങളെ നിലനിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പൂർണ്ണവാക്യങ്ങളാക്കിയിട്ട് അല്ലേ, നമ്മൾ വരി വരിയായിട്ട് എഴുതാന്നൊക്കെ പറയില്ലേ, പാരഗ്രാഫ് പോലെയൊക്കെ എഴുതാന്ന് പറയില്ലേ, അതുപോലെ എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ് അല്ലേ? ഇത് വളരെ എളുപ്പമാണ്. നേരെ എഴുതിയാൽ കുറച്ച് മാർക്കൊക്കെ കിട്ടും അല്ലേ? ഇപ്പോൾ പച്ച വിരിച്ചൊരു താഴ്വരയിൽ പാടിയൊഴുകും പുഴയമ്മ അല്ലേ, അത് നേരെ എഴുതി വെച്ചാലും കുറച്ച് മാർക്ക് കിട്ടും. പക്ഷേ നമുക്ക് കുറച്ച് മാർക്ക് മതിയോ, അത് പോരാ അല്ലേ, നമുക്ക് ഫുൾ മാർക്ക് വേണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി അതിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വിശദീകരിച്ചു കൊണ്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, എന്ത് ചെയ്യാം, നമുക്കൊന്ന് അതിൻ്റെ ഒരു സാമ്പിൾ നോക്കാം. നമുക്ക് ആ ഒരു കവിതയും ഇതും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കാം. പച്ചപ്പ് അല്ലേ, ഫസ്റ്റ് വരും, പച്ച വിരിച്ചൊരു താഴ്വരയിൽ പാടിയൊഴുകും പുഴയമ്മ അല്ലേ? പച്ചപ്പ് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ താഴ്വരയിലൂടെ പുഴയമ്മ പാട്ടുപാടി ഒഴുകുന്നു അല്ലേ? എന്നിട്ട് എന്താണ്, പിന്നെന്താണ്, അകലെ നിൽക്കും മലമേട് തൊട്ടു വിളിക്കും മേഘത്തെ അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്, ആദ്യത്തെ 2 വരെ കണ്ടോ, ഫുൾ സ്റ്റോപ്പ് കണ്ടോ, ആ ഫുൾ സ്റ്റോപ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് അതിനൊന്ന് വിശദീകരിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക
അല്ലേ? അത്രേ ഉള്ളൂ അതിൻ്റെ രീതിയല്ലേ, വളരെ എളുപ്പമാണ് അല്ലേ? രണ്ടാമത്തെ നോക്കിയാൽ എന്താണ്? അകലെ നിൽക്കും മലമേട് തൊട്ടു വിളിക്കും മേഘത്തെ അല്ലേ? അകലെ നിൽക്കുന്ന മലമേടുകൾ ആകാശത്തെ മേഘങ്ങളെ അല്ലെ, ആകാശത്തിലെ മേഘങ്ങളെ തൊട്ടു വിളിക്കുകയാണ് അല്ലേ? പിന്നെന്താണ്? പാറയിടുക്കിൽ തെളിനീര് പാട്ടുകൾ പാടും പക്ഷികളും അല്ലെ? പാറയിടുക്കിൽ തെളിനീര് അല്ലെ? പാറയിടുക്കുകളിൽ തെളിനീരും മരങ്ങളിൽ പക്ഷികളുടെ പാട്ടും കേൾക്കാം അല്ലെ? എന്താണ്? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക? നമ്മൾ വിശാലമായിട്ടൊന്ന് എഴുതുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചെയ്യേണ്ടത് അല്ലെ? പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാട്ടിലൂടെ കുളിർക്കാറ്റ് തുള്ളിച്ചാടി നിൽക്കുന്നു. ഈ പ്രകൃതി ഭംഗി കാണുന്ന ഏതൊരാളും കൊതിച്ചു പോകും. പ്രകൃതി ഭൂമിക്കൊരു പൂന്തോട്ടം പോലെയാണ് അല്ലെ? എന്ത് ചെയ്യുക? ഇതൊക്കെ എന്താണ്? കവിതയുള്ള അതേ കാര്യങ്ങളാണ്, അർത്ഥം മാറാതെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഓക്കെ, അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. എന്താണ്? കത്തെഴുതാം. ഹലോ ഉറക്കപ്പാടൂ എന്ന കഥയിൽ വഴിതെറ്റിപ്പോയ പട്ടൂസ് അമ്പിളിമാമന്റെയും മേടക്കാറ്റിന്റെയും സഹായത്തോടെ ആബിദക്കുട്ടിയുടെ വീട്ടിൽ തിരിച്ചെത്തിയല്ലോ അല്ലെ? പട്ടൂസിനെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചതിന് അമ്പിളിമാമന് നന്ദി പറഞ്ഞുകൊണ്ട് ആബിദക്കുട്ടി എഴുതുന്ന കത്ത് അല്ലെ? നമ്മൾ ക്ലാസ്സിലൊക്കെ തയ്യാറാക്കിയ കത്ത് തന്നെയാണ്. എന്നാൽ ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് നോക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെന്താണ് ഇപ്പോൾ മാഷ് ഇവിടെ ഡേറ്റും ഇതൊക്കെ ഇട്ടിട്ടുള്ളത് ഈ ഇടത്തെ സൈഡിലാണ് അല്ലേ? അത് വലത്തെ സൈഡിലും എഴുതാം, അതിന് പ്രശ്നമില്ല. നിങ്ങളെ സ്കൂളിലെ ടീച്ചർ എങ്ങനെയാണോ പറഞ്ഞു തന്നത് അതുപോലെ എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മളെന്താണ്, വെറുതെ ഒരു സ്ഥലം കൊടുത്തതാണ്. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേരും അതിലൊരു ഡേറ്റും ഒക്കെ കൊടുത്തു. പ്രിയപ്പെട്ട അമ്പിളിമാമനെ, സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ പുന്നാര പട്ടൂസിനെ സുരക്ഷിതമായി വീണ്ടും എൻ്റെ കൈകളിൽ എത്തിച്ചു തന്നതിന് ഒരുപാട് നന്ദി പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. നൂലറ്റ് പാറിപ്പോയപ്പോൾ എൻ്റെ പട്ടൂസ് എവിടെ പോയി എന്നോർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു. രാത്രി മേടക്കാറ്റിൻ്റെ തോളിലേറ്റിക്കൊണ്ട് എൻ്റെ ജനാലയിലൂടെ അവനെ കിടത്തിയത് അമ്പിളിമാമനാണെന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നെയും പട്ടൂസിനെയും സഹായിച്ച അമ്പിളിമാമന് ഞങ്ങളുടെ വലിയൊരു ഉമ്മ. എന്നും ഞങ്ങളെ ഓർക്കുമല്ലോ. സ്നേഹത്തോടെ ആബിദക്കുട്ടി അല്ലേ? അപ്പോൾ ആബിദക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആബിദക്കുട്ടി എന്ത് ചെയ്യണേ, നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇതല്ലേ. അപ്പോൾ ആ സന്തോഷം എന്ത് ചെയ്യണം, ആ ഒരു നന്ദി എന്ത് ചെയ്യണം, നമ്മളെ ഈ ഒരു കത്തിൽ വായിക്കുമ്പോൾ തന്നെ ഉണ്ടാവണം അല്ലേ? ഇതിൽ വന്നല്ലോ അല്ലേ? ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അത്രയും സന്തോഷമൊക്കെ എന്ത് ചെയ്തു, എന്താ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അല്ലേ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യുക, നമ്മളെ ആ ഒരു ആബിദക്കുട്ടിക്ക് ഉള്ള ആ ഒരു സന്തോഷം, ആ ഒരു നന്ദി നമുക്കുള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അടുത്ത 5B ഒരു യാത്രാനുഭവമാണ് അല്ലേ? നമ്മൾ എന്താണ് ഒക്കെ ഒരുപാട് യാത്ര പോയിട്ടുണ്ടാവും അല്ലേ? ചോദ്യം നോക്കാം. നിങ്ങൾ കുടുംബത്തോടൊപ്പമോ കൂട്ടുകാരോടൊപ്പമോ നടത്തിയ ഏതെങ്കിലും ഒരു യാത്രയോ ഓർത്തു നോക്കൂ. കണ്ട കാഴ്ചകളും യാത്ര തന്ന ആവേശവും ഉൾപ്പെടുത്തി ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക അല്ലേ? അഥവാ എന്താണ്, നമ്മളൊക്കെ യാത്ര പോയിട്ടുണ്ടാവും അല്ലേ? അത് ചെറിയ യാത്രയാവാം, വലിയ യാത്രയാവാം അല്ലേ? നമ്മളെ കുടുംബക്കാരെ വീട്ടിലേക്ക് പോയ യാത്രയാവാം അല്ലേ? അതിലുണ്ടായ അനുഭവങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയാൽ അതൊന്നും കൂടി ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതിയാൽ നമുക്ക് ഒന്നും കൂടി നന്നാവും. ഇനി യാത്രയൊക്കെ പോവാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം ഒരു യാത്ര പോകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലേ? മാഷി ജസ്റ്റ് നോക്കാം. എൻ്റെ മനോഹരമായ ഊട്ടിയാത്ര. കഴിഞ്ഞ വെക്കേഷൻ കാലത്താണ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഞാൻ നീലഗിരിയുടെ റാണിയായ ഊട്ടിയിലേക്ക് യാത്ര പോയത്. മേട്ടുപ്പാളയത്തു നിന്നും പൈതൃക വണ്ടിയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. പതുക്കെ ഓടുന്ന ആ വണ്ടിയിലിരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ മലനിരകളും പൂത്തു നിൽക്കുന്ന മരങ്ങളും കാണാൻ നല്ല രസമായിരുന്നു. വഴിയിലുടനീളം തണുത്ത കോടമഞ്ഞ് ഞങ്ങളെ ഉണർന്നു. കൂനൂരിലെ പൂന്തോട്ടങ്ങളും കുന്നുകളും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തണുപ്പിൽ അമ്മ തന്ന കമ്പിളിപ്പുതപ്പ് പുതച്ചു നിൽക്കുമ്പോൾ അച്ഛൻ ഞങ്ങളുടെ ചിത്രം ക്യാമറയിൽ പകർത്തി. മനസ്സിന് ഒത്തിരി സന്തോഷവും കുളിർമയും നൽകിയ ആ തീവണ്ടി യാത്ര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവമാണ് അല്ലേ? ഈ ഒരു യാത്രയെ കുറിച്ച് പറയുമ്പോൾ നോക്കൂ, ഇത് മാഷി പോയ യാത്രയല്ല, ഏതാണ്, നമ്മളെ പാഠപുസ്തകത്തിലെ ഒരു യാത്ര അല്ലേ? ഇപ്പോൾ ഇതിങ്ങനെ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും യാത്ര പോയ ആളുകളാവണമെന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പം എന്താണ്, നമ്മളെ പാഠപുസ്തകത്തിൽ അതേ കുറച്ച് കണ്ടന്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും യാത്രാ വിവരണം എഴുതാം. പക്ഷേ ഏറ്റവും നല്ലത് എന്താണ്, നമ്മൾ സ്വയം പോയ യാത്രയെ നല്ല മനോഹരമായിട്ട് എഴുതുന്നതാണ് അതിൻ്റെ ഏറ്റവും ഭംഗി. അതിനായിരിക്കും ടീച്ചർ നോക്കുമ്പോൾ ഏറ്റവും നമ്മളുടെ കൂടുതൽ മാർക്കൊക്കെ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനലിൽ വേറെയും നമ്മളെ കഴിഞ്ഞ വർഷത്തെ ഈ 2025-26 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വിശദീകരണവും അല്ലേ, അതിൻ്റെ അനാലിസിസും മറ്റ് വിഷയങ്ങളിലെ EVSും മലയാളവും ഇംഗ്ലീഷും അല്ലേ എല്ലാം ഇട്ടിട്ടുണ്ട്, നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക,
നമ്മളെ കമൻറ്റിലൊക്കെ എഴുതി അറിയിക്കുക. ഓക്കെ, നമ്മൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, ഓരോ പ്രവർത്തനവും വ്യക്തമായി എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് പരിശീലിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.